നമസ്കാരം, വാർത്താമഴയിലേക്ക് സ്വാഗതം. ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ മാറ്റുന്നതുൾപ്പെടെയുള്ള 3 സർവകലാശാല നിയമ ഭേദഗതി ബില്ലുകൾ രാഷ്ട്രപതി തടഞ്ഞുവെച്ചെന്ന് രാജ്ഭവൻ. രാഷ്ട്രപതിക്ക് അയച്ച 7 ബില്ലുകളിൽ ഒരെണ്ണത്തിന് മാത്രമാണ് അനുമതി ലഭിച്ചത്. മറ്റു 3 ബില്ലുകളിൽ തീരുമാനം കാത്തിരിക്കുകയാണെന്നും രാജ്ഭവന്റെ വാർത്താക്കുറിപ്പ്. ലോകായുക്ത ബില്ലിന് രാഷ്ട്രപതി അനുമതി നൽകിയതോടെ ഗവർണർ ഒപ്പുരേഖപ്പെടുത്തി. ലോകായുക്ത നിയമ ഭേദഗതിയുടെ അംഗീകാരം രാഷ്ട്രീയ നേട്ടമായി വിലയിരുത്തുന്ന സർക്കാർ ഗവർണർക്കെതിരെ വിമർശനം കടുപ്പിച്ചു. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. ലോകായുക്ത നിയമ ഭേദഗതിക്ക് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് നേട്ടമായി സർക്കാർ ഉയർത്തിക്കാട്ടുമ്പോഴാണ് 3 സർവകലാശാല നിയമ ഭേദഗതി ബില്ലുകൾ രാഷ്ട്രപതി പിടിച്ചുവെച്ചിരിക്കുകയാണെന്ന് രാജ്ഭവൻ ചൂണ്ടിക്കാണിക്കുന്നത്. ചാൻസലർ സ്ഥാനത്ത് നിന്നും ഗവർണറെ മാറ്റുന്ന ബിൽ, വൈസ് ചാൻസലർ നിയമനത്തിനായി സെർച്ച് കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന ബിൽ, സാങ്കേതിക സർവകലാശാല ഭേദഗതിയുമായി ബന്ധപ്പെട്ട അപ്പലേറ്റ് ട്രിബ്യൂണൽ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ബിൽ എന്നിവയാണ് തടഞ്ഞുവെച്ചത്. 7 ബില്ലുകളാണ് ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചത്. ഇതിൽ 3 ബില്ലുകളിൽ ഇനി തീരുമാനമാകാനുണ്ടെന്നും രാജ്ഭവൻ. ലോകായുക്ത ബില്ലിന് രാഷ്ട്രപതി അനുമതി നൽകിയതോടെ ഗവർണർക്ക് കനത്ത തിരിച്ചടിയുണ്ടായെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തിരിച്ചടിയാണ്. നിയമരംഗത്തൊരു വലിയ കാൽവെപ്പാണ് നമ്മുടെ ഇന്ത്യ യൂണിയൻ പ്രസിഡന്റ് തന്നെ എടുത്ത ഒരു സമീപനം. രാഷ്ട്രപതി അനുമതി നൽകിയതോടെ അഴിമതി നിരോധന നിയമത്തിന്റെ നടുപൊടിഞ്ഞുവെന്ന് പ്രതിപക്ഷ നേതാവും കുറ്റപ്പെടുത്തി. ഈ ബില്ല് എത്ര വേഗത്തിലാണ് പാസ്സാക്കി തിരിച്ചയച്ചതെന്നുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഞങ്ങൾ നേരത്തെ ആരോപിച്ച പോലെയുള്ള ഒരു അണ്ണൻ തമ്പി ബന്ധം കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുണ്ട്. ലോകായുക്ത ഭേദഗതി ബിൽ നിയമമായാൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പൊതുപ്രവർത്തകൻ RS ശശികുമാറും പറഞ്ഞു. അതേസമയം സർവകലാശാല നിയമങ്ങൾ രാഷ്ട്രപതി തടഞ്ഞതോടെ VC നിയമന പ്രക്രിയയുമായി മുന്നോട്ടു പോകാനാണ് ഗവർണറുടെ തീരുമാനം. രാജ്ഭവന് ലഭിച്ച നിയമോപദേശമനുസരിച്ചാണ് തുടർ നടപടികൾ. കേരള, സാങ്കേതിക, കാർഷിക സർവകലാശാലകൾ പാസാക്കിയ പ്രമേയങ്ങളും റദ്ദാക്കും. 24 തിരുവനന്തപുരം. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് വാർത്താമഴ കടക്കുന്നു. സിദ്ധാർത്ഥിന് മരണം വിധിച്ചതാര്? പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണം പ്രത്യേക സംഘം അന്വേഷിക്കും. പ്രതികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. കേസിലെ പ്രധാന പ്രതി അഖിലിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 7 ആയി. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകൾ രംഗത്തെത്തിയ സാഹചര്യത്തിലാണ് പുതിയ നീക്കം. മരണം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. കേസിലെ പ്രതികൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കാനും മുഖ്യമന്ത്രി ഉത്തരവിട്ടു. കേസിൽ ഇതുവരെ 7 പ്രതികളാണ് പിടിയിലായത്. ഇന്ന് പാലക്കാട് നിന്ന് പിടികൂടിയ പ്രധാന പ്രതി അഖിലാണ് ഒടുവിൽ അറസ്റ്റിലായത്. സിദ്ധാർത്ഥിനെ ആൾക്കൂട്ടമർദ്ദനത്തിന് ഇരയാക്കിയെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം. ഇതിനായി അഖിലും മറ്റ് പ്രതികളും ഗൂഢാലോചന നടത്തി. ആൺകുട്ടികളുടെ ഹോസ്റ്റലിന്റെ നടുത്തളത്തിൽ വെച്ച് സീനിയർ വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് മർദ്ദിച്ചു. ഈ സമയം സഹപാഠികൾ ഉൾപ്പെടെ 130ഓളം ആളുകൾ ഇത് നോക്കി നിന്നു. ക്രൂരമർദ്ദനവും ആരും സഹായിക്കാത്തതിന്റെ മനോവിഷമവും ആത്മഹത്യക്കിടയാക്കിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സിദ്ധാർത്ഥിന് ക്രൂരമർദ്ദനം ഏറ്റുവെന്നും കുറ്റക്കാർ ആരും രക്ഷപ്പെടരുത് എന്നടക്കമുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. 12 പേരോ 15 പേരോ 25 പേരോ അല്ല ഇതിലുള്ളത്. ഇതിലൊരു നല്ലൊരു ടീം അവിടെ ഉണ്ട്. അവരെന്നെ അവിടെ പഠിക്കരുത്, അവിടെ അല്ല അവർ പഠിക്കരുത്. അവർ പഠിച്ച് ഭാവിയിലെ പിള്ളേർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്. കേസിൽ പ്രതികളായ SFI യൂണിറ്റ് സെക്രട്ടറി, കോളേജ് യൂണിയൻ പ്രസിഡന്റ് ഉൾപ്പെടെ 11 പ്രതികളെ ഇനിയും കണ്ടെത്താനുണ്ട്. പ്രതികളിൽ ഒരാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാൻ പോലീസ് തീരുമാനിച്ചു. കേസിൽ പ്രതികളായവരെ SFI പുറത്താക്കി. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് KSUവിന്റെ തീരുമാനം. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും നാളെ പന്തം കൊളുത്തി പ്രതിഷേധിക്കും. 24 വയനാട്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ പ്രതികളായ SFI പ്രവർത്തകരെ പോലീസ് സംരക്ഷിക്കുന്നുവെന്ന് പ്രതിപക്ഷ വിമർശനം. കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. പ്രതികൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് മന്ത്രി P രാജീവ് അറിയിച്ചു. സർവകലാശാലയ്ക്ക് മുന്നിൽ KSUവും ABVPയും സമരം തുടങ്ങി. പ്രതികളായ SFIക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതിൽ പോലീസ് വിമുഖത കാണിക്കുന്നുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ഇതുവരെ കാണാത്ത സമരമുഖത്തേക്ക് കടക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കൃത്യമായ നടപടികൾ സ്വീകരിച്ച് കുറ്റവാളികൾക്കെതിരായി നടപടിയെടുത്തില്ലെങ്കിൽ കേരളം മുഴുവനായ വ്യാപകമായ സമരത്തിന് ഞങ്ങൾ തുടക്കം കുറിക്കും. നടന്നത് മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ക്യാമ്പസിൽ ഭരിക്കുന്ന
കക്ഷി അവരുടെ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ ഇതിനകത്ത് പ്രതികളാണ് എന്ന് പറയുമ്പോൾ ക്യാമ്പസുകളിൽ നടക്കുന്നത് എന്തുതരം രാഷ്ട്രീയമാണ്? മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് മന്ത്രി പി രാജീവ് പ്രതികരിച്ചു. ഇതിനകത്ത് ഏത് സംഘടനയിൽപ്പെട്ട ആളുകളാണെങ്കിലും തെറ്റായ രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചാൽ മുഖം നോക്കാതെ സർക്കാർ നിലപാട് സ്വീകരിക്കും. SFI കുറ്റവാളികളെ സംരക്ഷിക്കില്ലെന്ന് EP ജയരാജൻ. ആര് പ്രതിപട്ടികയിലുണ്ടായാലും തിരക്കേടില്ല. തെറ്റാണ്. കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടി പോലീസ് സ്വീകരിക്കും. ഒരു കുറ്റവാളിയെയും രക്ഷപ്പെടാൻ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് അനുവദിക്കില്ല. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് കോളേജ് ക്യാമ്പസിന് മുന്നിൽ KSUവും ABVPയും പ്രതിഷേധ സമരം തുടങ്ങി. 24 തിരുവനന്തപുരം. ഇന്നത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങളുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി വാർത്താ മഴ കടക്കുന്നത്. മുന്നണികളുടെ പടപ്പുറപ്പാട്. BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകാനുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ 100ഓളം സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമുണ്ടായേക്കും. പ്രധാനമന്ത്രി ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിലും തീരുമാനമുണ്ടാകും. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. ബൽറാം, തെരഞ്ഞെടുപ്പ് സമിതിയും പാർലമെന്ററി ബോർഡും രണ്ടും ചേർന്ന് ഏതാണ്ട് 100-ലധികം സ്ഥാനാർത്ഥികളുടെ പേര് പ്രഖ്യാപിക്കും എന്നറിയുന്നു. ഇന്ന് പട്ടിക തയ്യാറാക്കും, നാളെ ഔദ്യോഗികമായി അത് പുറത്തുവിടുമെന്നതാണ് രാവിലെ കേട്ട വിവരം. എന്തെങ്കിലും മാറ്റമുണ്ടോ അക്കാര്യത്തിൽ? വിജയകുമാർ, ഈ യോഗം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിനുശേഷം ആണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര പാർലമെന്ററി ബോർഡ് ഈ പട്ടികയ്ക്ക് അംഗീകാരം നൽകുക. ഏറ്റവും ഒടുവിൽ BJP നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് 125ഓളം പേരുകൾ ആദ്യ പട്ടികയിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അതിൽ ചില അപ്രതീക്ഷിത പേരുകൾ അടക്കം ഉണ്ടാകുമെന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, കൂടാതെ മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ അടക്കമുള്ള പ്രധാന നേതാക്കളുടെ പേരുകൾ ഉണ്ടാകും. ഒപ്പം തന്നെയാണ് സിനിമ, ക്രിക്കറ്റ് മേഖലകളിൽ നിന്നുള്ള ചില അപ്രതീക്ഷിത പേരുകൾ കൂടി ഈ പട്ടികയിൽ ഉണ്ടാകുമെന്ന BJP നേതൃത്വം നൽകുന്ന സൂചന. അതിൽ തന്നെ സിനിമാ താരങ്ങളായ അക്ഷയ് കുമാർ, കങ്കണ റണൌട്ട് എന്നിവരുടെ പേരുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. കൂടാതെ യുവരാജ് സിംഗിന്റെ പേര് പട്ടികയിലുണ്ടെന്ന വിവരം ലഭിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ കൂടുതൽ പേർ ഈ പട്ടികയിൽ ഇടം പിടിച്ചേക്കും എന്നറിയുന്നു. അതേസമയം പല പ്രമുഖരുടെ പേരുകളും തഴയപ്പെടാനുള്ള സാധ്യതയുമുണ്ട് എന്നാണ് ഇത്തവണ അറിയാൻ കഴിയുന്നത്. അതിൽ ഡൽഹിയിൽ നിന്നുള്ള പ്രമുഖ നേതാക്കളായ ഡോക്ടർ ഹർഷവർദ്ധൻ, മീനാക്ഷി ലേഖി എന്നിവർക്ക് ഇത്തവണ സീറ്റ് ലഭിച്ചേക്കില്ല എന്ന സൂചനയുണ്ട്. ഡൽഹിയിൽ കടുത്ത മത്സരം ഒരുങ്ങുന്ന ഒരു പശ്ചാത്തലത്തിൽ പുതുമുഖങ്ങൾക്ക് അവസരം നൽകാനുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ ഭാഗമായി സുഷമ സ്വരാജിന്റെ മകൾ ബാൻസുരി സ്വരാജ് ഇത്തവണ ആദ്യ പട്ടികയിൽ തന്നെ ഇടം പിടിച്ചേക്കും എന്നാണ് സൂചന. സമാനമായി തന്നെ ആം ആദ്മി പാർട്ടിയിൽ നിന്നെത്തിയ കപിൽ മിശ്രയ്ക്ക് ഇത്തവണ ഡൽഹിയിൽ സീറ്റ് നൽകിയേക്കും. ഈ പേരുകൾ സംബന്ധിച്ച് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ രൂപീകരിച്ചിരിക്കുന്ന ക്രൈറ്റീരിയ എന്നുള്ളത് പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ, കൂടാതെ സിനിമ അടക്കമുള്ള മേഖലകളിൽ നിന്നെത്തുന്ന പ്രമുഖർ, ഇതിനോടൊപ്പം തന്നെ പാർട്ടിക്ക് ഏറ്റവും ജയസാധ്യതയുള്ള സീറ്റുകൾ. ഇതിനോടൊപ്പമാണ് കഴിഞ്ഞ 2 തവണയും പാർട്ടിക്ക് മത്സരിച്ച് പരാജയപ്പെട്ട ഉത്തർപ്രദേശിലെ ചില സീറ്റുകളും. പ്രധാനമന്ത്രി വാരാണസി കൂടാതെ മണ്ഡലത്തിൽ കൂടി മത്സരിക്കും എന്നത് അന്തരീക്ഷത്തിൽ കുറച്ച് ദിവസങ്ങളായി ഉണ്ട് ഒരു വാർത്തയായി. യാതൊരു സ്ഥിരീകരണവുമില്ല അക്കാര്യത്തിൽ. എന്തെങ്കിലും സൂചനകളുണ്ടോ? തമിഴ്നാടോ കർണാടകയോ തെലങ്കാനയോ ഒക്കെ അതിൽ പരിഗണിക്കുന്നുണ്ട്. ഒരു സമയത്ത് കേരളത്തിന്റെ പേരും കേട്ടിരുന്നു. ഇപ്പോഴായാലും കേരളം കേൾക്കുന്നില്ല. മറ്റു മണ്ഡലങ്ങൾ ദക്ഷിണേന്ത്യയിൽ അദ്ദേഹം തെരഞ്ഞെടുക്കാനുള്ള സാധ്യത അത് എത്രത്തോളം ഉണ്ട്? വിജയകുമാർ, ഇത്തവണ BJP ലക്ഷ്യം വെക്കുന്നത് ദക്ഷിണേന്ത്യ തന്നെയാണെന്ന് BJP ദേശീയ അധ്യക്ഷൻ നദ്ദ ഉൾപ്പെടെ പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കുള്ള സന്ദർശനം അടുത്തിടെ വർദ്ധിപ്പിച്ചതും ഇത് ചേർത്ത് വായിച്ചാണ്. പ്രധാനമന്ത്രി ഇത്തവണ ദക്ഷിണേന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് മത്സരിച്ചേക്കുമെന്നും BJPക്ക് 70 സീറ്റുകൾ ദക്ഷിണേന്ത്യയിൽ ഇത്തവണ പിടിച്ചെടുക്കാൻ ലക്ഷ്യമുണ്ട് എന്നും ഉള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നത്. അതിൽ പ്രധാനമന്ത്രി കേരളത്തിൽ മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അത് യാതൊരു സ്ഥിരീകരണവും അക്കാര്യത്തിൽ
സാഹചര്യത്തിൽ ഇല്ല എന്ന് തന്നെയാണ്. അത്തരത്തിലുള്ള മത്സരിക്കാനുള്ള സാധ്യതയും കുറവാണ്. എന്നാൽ തമിഴ്നാട്ടിൽ മത്സരിച്ചേക്കും എന്നുള്ള സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അയോധ്യ രാമക്ഷേത്രം ഉദ്ഘാടന ഘട്ടത്തിൽ ഉൾപ്പെടെ പ്രധാനമന്ത്രി തമിഴ്നാടുമായുള്ള ഒരു ബന്ധം പങ്കുവയ്ക്കാൻ ശ്രമിച്ചിരുന്നു. പുതിയ പാർലമെന്റ് കെട്ടിടത്തിന്റെ അടക്കം അദ്ദേഹം തമിഴ്നാടുമായി നിരന്തരം ബന്ധിപ്പിക്കുന്നതിനാൽ തന്നെ തമിഴ്നാട്ടിൽ അദ്ദേഹം ഇത്തവണ മത്സരിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം പ്രധാനമന്ത്രിയുടേത് തന്നെയാകും. അക്കാര്യം ഉൾപ്പെടെ ഈ പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിജയകുമാർ. യെസ്, ഏതായാലും 100-ലധികം 100-ഓ 125-ഓ സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക BJP ഇന്ന് തയ്യാറാക്കും. നാളെ അത് ഔദ്യോഗികമായി BJP അധ്യക്ഷൻ പ്രഖ്യാപിക്കുമെന്നതാണ് ഒടുവിൽ ഡൽഹിയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. ചില അപ്രതീക്ഷിത പേരുകൾ അതിലേക്ക് ഉണ്ടാകും, ചില പ്രധാനപ്പെട്ട പേരുകൾ ഒഴിവാക്കപ്പെടും എന്നൊക്കെയുള്ള സൂചനകൾ വരുന്നുണ്ട്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ NDA സ്ഥാനാർത്ഥിയാകും. അടുത്ത ദിവസം മുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് BJP ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകി. പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കും. BJP അനുഭാവികളുടെ സമൂഹ മാധ്യമങ്ങളുടെ കൂട്ടായ്മയിൽ രാജീവ് ചന്ദ്രശേഖറിന് വോട്ട് അഭ്യർത്ഥിച്ച് പ്രചാരണം ഇതിനോടകം തുടങ്ങിയിട്ടുണ്ട്. പത്തനംതിട്ടയിൽ മത്സരിക്കാൻ BJP ദേശീയ നേതൃത്വം K സുരേന്ദ്രനോട് ആവശ്യപ്പെട്ടു എന്ന വിവരവും വരുന്നുണ്ട്. PC ജോർജ്, PS ശ്രീധരൻപിള്ളയും സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ തവണത്തെ പ്രകടനം വിലയിരുത്തി സുരേന്ദ്രനോട് മത്സരിക്കാൻ കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടു എന്നാണ് സൂചന. ആദ്യ പട്ടികയിൽ പത്തനംതിട്ടയുടെ പേരും ഉണ്ടാകും എന്നാണ് ഒടുവിൽ വരുന്ന വിവരം. തെലങ്കാനയിൽ BRS നേതാവും അസമിൽ കോൺഗ്രസ് നേതാവും BJPയിൽ ചേർന്നു. തെലങ്കാനയിൽ നാഗർകുർണൂൽ സിറ്റിംഗ് MP പോതുഗണ്ടി രാമുലു ആണ് പാർട്ടി വിട്ട് BJPയിൽ ചേർന്നത്. ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്തെത്തിയാണ് അംഗത്വം എടുത്തത്. മകൻ ഭാരത് പ്രസാദും BJPയിൽ ചേർന്നു. അസമിൽ കോൺഗ്രസ് മുൻ വർക്കിംഗ് പ്രസിഡന്റ് റാണ ഗോസ്വാമിയാണ് BJPയിൽ ചേർന്നത്. ഗുവാഹത്തിയിലെ BJP ആസ്ഥാനത്ത് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പാർട്ടി അംഗത്വം നൽകി. റാണ ഗോസ്വാമി ഇന്നലെയാണ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചത്. കോൺഗ്രസിലെ കേരളത്തിലെ ചർച്ചകളിലേക്കാണ് ഇനി വാർത്താ മഴ കടക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് രാഹുൽ ഗാന്ധിയും K സുധാകരനും ഉൾപ്പെടെ സിറ്റിംഗ് MPമാരുടെ പേര് നിർദ്ദേശിച്ച് KPCCയുടെ സ്ക്രീനിംഗ് കമ്മിറ്റി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് പേരുകൾ കൈമാറി. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെയും കണ്ണൂരിൽ K സുധാകരന്റെയും പേര് മാത്രമാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ UDF തോറ്റ ആലപ്പുഴയുടെ കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. കോൺഗ്രസ് മത്സരിക്കുന്ന 16 മണ്ഡലങ്ങളിൽ 15ഇടത്തും സിറ്റിംഗ് MPമാരെ തന്നെ മത്സരിപ്പിക്കാനാണ് സംസ്ഥാന സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശം. മത്സരിക്കാൻ താൽപ്പര്യമില്ലെന്നറിയിച്ച K സുധാകരന്റെ നിർദ്ദേശത്തോട് അംഗങ്ങൾ വഴങ്ങിയില്ല. തന്റെ പിൻഗാമിയായി K ജയന്തിനെ മത്സരിപ്പിക്കണമെന്നായിരുന്നു സുധാകരന്റെ ആവശ്യം. എന്നാൽ പട്ടികയിൽ K സുധാകരന്റെ പേര് മാത്രമാണ് കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിച്ചത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിൽ ഇടതുപക്ഷം ഉയർത്തുന്ന എതിർപ്പ് കാര്യമാക്കേണ്ടതില്ല എന്നാണ് കോൺഗ്രസ് നിലപാട്. മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷിന്റെ പേരിന് എതിർപ്പുയർന്നെങ്കിലും ഒടുവിൽ മറ്റു പേരുകൾ നിർദ്ദേശിക്കപ്പെട്ടില്ല. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിയുടെ കാര്യത്തിലും സമാനമായിരുന്നു സ്ഥിതി. ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരസന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഹൈക്കമാൻഡ് പച്ചക്കൊടി വീശിയിട്ടില്ലാത്തതിനാൽ ആലപ്പുഴ ഒഴിച്ചിട്ടാണ് സ്ക്രീനിംഗ് കമ്മിറ്റി പേരുകൾ നൽകിയത്. KC വേണുഗോപാൽ എത്തിയില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് നേതാക്കളുടെ താൽപ്പര്യം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി എത്തിയാൽ ആലപ്പുഴയിൽ മുസ്ലിം സ്ഥാനാർത്ഥിയെയും പരിഗണിക്കുന്നുണ്ട്. കേന്ദ്ര സ്ക്രീനിംഗ് കമ്മിറ്റിയാവും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. 24 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി KPCC ആഹ്വാനം ചെയ്ത സമരാഗ്നി യാത്രയ്ക്ക് സമാപനം. കേരളത്തിൽ 2 അക്ക സീറ്റ് നേടുമെന്നത് നരേന്ദ്രമോദിയുടെ സ്വപ്നം മാത്രമാണെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ പറഞ്ഞു. സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജനം മറുപടി പറയുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരിച്ചു. ഫെബ്രുവരി 9 കാസർഗോഡ് നിന്ന് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ഒരുമിച്ച് ആരംഭിച്ച സമരാഗ്നി യാത്രയാണ് ഇന്ന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ സമാപിച്ചത്. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി BRS സർക്കാരിനെ പോലെ അഴിമതി നിറഞ്ഞതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരെന്ന് കുറ്റപ്പെടുത്തി. കേരളത്തിൽ 2 അക്ക സീറ്റ് നേടുമെന്ന മോദിയുടെ പരാമർശത്തിന് വേദിയിൽ K സുധാകരന്റെ മറുപടി. മോഡി പറഞ്ഞു പോയിട്ടുണ്ട് 2 അക്കം പള്ളി പറഞ്ഞാൽ മതി. മോഡി വന്നിട്ട് വർഷം 10 ആയില്ലേ? ഒന്നും ഉത്തരേന്ത്യയിൽ ഉണ്ടാക്കിയതൊന്നും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. കേരള സർക്കാരുകൾ ജനങ്ങളെ ദുരിതത്തിലാക്കിയതിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറുപടി ഉണ്ടാകുമെന്ന് VD സതീശൻ. ജനങ്ങളുടെ സങ്കടങ്ങൾ വീണ്ടും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പോരാട്ടം കൂടിയാക്കി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വേദിയെ മാറ്റും എന്ന് ഞാൻ കേരളത്തിലെ ജനസമൂഹത്തിന് മുഴുവൻ ഉറപ്പ് നൽകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് 20 ലോക്സഭാ മണ്ഡലങ്ങളും കടന്നുള്ള കോൺഗ്രസിന്റെ ജാഥ. കോൺഗ്രസിനുള്ളിലെ ഐക്യം ഊട്ടിയുറപ്പിക്കാനാണ് KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഒന്നിച്ച് ജാഥ നയിക്കാൻ തീരുമാനമായത്.
ആലപ്പുഴയിലെ സുധാകരന്റെ പരാമർശത്തിൽ കടുത്ത വിയോജിപ്പ് പ്രതിപക്ഷ നേതാവ് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. മുതിർന്ന നേതാക്കൾ ഇടപെട്ടാണ് സതീശനെ അനുനയിപ്പിച്ചത്. ഐക്യത്തിന് ആഹ്വാനം ചെയ്ത് KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഒന്നിച്ചു നടത്തിയ യാത്ര പ്രവർത്തകർ എങ്ങനെ സ്വീകരിച്ചു എന്നറിയാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയും വരെ കാത്തിരിക്കണം. സലിം മാലിക്, 24, തിരുവനന്തപുരം. സമരാഗ്നി ജാഥയുടെ സമാപന സമ്മേളനത്തിനെത്തിയ പ്രവർത്തകർ നേരത്തെ പോയതിൽ നീരസം പ്രകടിപ്പിച്ച് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. സമ്മേളനം നടത്തുമ്പോൾ അത് മുഴുവൻ കേൾക്കാൻ പ്രവർത്തകർക്ക് മനസ്സുണ്ടാകണമെന്ന് കെ സുധാകരൻ പറഞ്ഞു. KPCC അധ്യക്ഷന്റെ നീരസ പ്രകടനത്തിന് പിന്നാലെ പ്രവർത്തകരെ ആശ്വസിപ്പിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. കൊടും ചൂടിൽ ഉച്ചയ്ക്ക് വന്ന മനുഷ്യരാണിവർ. പ്രവർത്തകർ നേരത്തെ പോയതിൽ പ്രസിഡന്റിന് ഒരു വിഷമവും വേണ്ടെന്നും VD സതീശൻ പറഞ്ഞു. ഒരു പ്രസംഗത്തിന് ഞാനില്ല, കളം കാലിയായി. എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട്. നമ്മൾ വലിയ കെട്ടിഘോഷിച്ചിട്ട് വലിയ സമ്മേളനങ്ങൾ നടത്തും. ആ സമ്മേളനങ്ങളിൽ രണ്ടാൾ പ്രസംഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ആള് പോകാൻ തുടങ്ങും. നേരത്തെ ഈ കസേരയെല്ലാം കാലിയാ. എന്തിനാ ഇത്രയും വലിയൊരു പൊതുയോഗം, ഇത്ര വലിയ ലക്ഷക്കണക്കിന് ഉറുപ്പിക ചെലവഴിച്ചിട്ട് ഒരു പൊതുയോഗം സംഘടിപ്പിച്ചിട്ട് അത് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ പിന്നെ എന്തിന് നിങ്ങൾ വരുന്നു? പ്രസിഡന്റ് 3 മണിക്ക് കൊടും ചൂടിൽ വന്ന പാവപ്പെട്ട പ്രവർത്തകരാണ് ഇവിടെയുള്ളത്. പിന്നെ കോൺഗ്രസിനൊരു വലിയ ഗാലക്സി ഓഫ് ലീഡർഷിപ്പ് ഉണ്ട്. ഇന്നൊരു സമാപനമായപ്പോൾ എല്ലാവരും ഈ ജാഥയുടെ സമാപനത്തെ അനുഗ്രഹിക്കാൻ വന്നു. 12 പേര് പ്രസംഗിച്ചു കഴിഞ്ഞു. 13ാമതാണ് ഞാൻ പ്രസംഗിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഈ ചൂടിൽ ഇരിക്കാനൊക്കെ ആളുകൾക്ക് പാടാം. അതുകൊണ്ടാണ് അത് പ്രസിഡന്റ് അതിനൊരു വിഷമം മനസ്സിൽ വേണ്ട. എത്ര നേരം എന്ന് വെച്ചാൽ 5 മണിക്കൂറായി ആളുകൾ വന്നിട്ട്. അതിനതൊരു വിഷമം വേണ്ട. നമ്മുടെ പ്രവർത്തകരല്ലേ. മറ്റു ചില റിപ്പോർട്ടുകളിലേക്ക്. പ്രോസിക്യൂഷൻ പൊളിഞ്ഞു. പി ജയരാജനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ ഒഴികെ മറ്റെല്ലാ പ്രതികളെയും ഹൈക്കോടതി വെറുതെ വിട്ടു. 2ാം പ്രതി ചിരുക്കണ്ടോട്ട് പ്രശാന്ത് ഒഴികെയുള്ള 8 പ്രതികളെയാണ് വെറുതെ വിട്ടത്. RSS ജില്ലാ താലൂക്ക് ഭാരവാഹികൾ ഉൾപ്പെടെയായിരുന്നു കേസിലെ പ്രതികൾ. പ്രതികളും സർക്കാരും സമർപ്പിച്ച അപ്പീൽ പരിഗണിച്ചാണ് ഹൈക്കോടതി ഉത്തരവ്. 1ാം പ്രതി കടിച്ചേരി അജി, മനോജ്, പാര ശശി, എളംതോട്ടിൽ മനോജ്, കുനിയിൽ സനൂപ്, ജയപ്രകാശൻ, കോവേരി പ്രമോദ്, തൈക്കണ്ടി മോഹനൻ എന്നിവരെയാണ് ഹൈക്കോടതി വെറുതെ വിട്ടത്. 2ാം പ്രതി പ്രശാന്ത് കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി. ഇയാൾക്കെതിരെ വിചാരണ കോടതി ചുമത്തിയ ചില കുറ്റങ്ങളിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. വധശ്രമത്തിനടക്കം പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷനായില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ഇതിനിടെ നീതി ലഭിച്ചില്ലെന്നും സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും പി ജയരാജൻ പ്രതികരിച്ചു. ഒരു വിചാരണ കോടതി ശിക്ഷിക്കുന്നു, അപ്പീൽ കോടതിയിൽ ആ ശിക്ഷ ഒഴിവാക്കിക്കൊണ്ട് പ്രതികളെ വിട്ടയക്കുന്നു. ഇത് സാധാരണഗതിയിൽ പല കേസുകളിലും നടക്കുന്ന കാര്യമാണ്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള നടപടികൾ കോടതിയുടെ ഭാഗത്തുണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ വിധിക്കെതിരായി സ്റ്റേറ്റ് അപ്പീൽ പോകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതോടൊപ്പം അക്രമത്തിൻ്റെ ഇരയെന്ന നിലക്ക് സുപ്രീം കോടതിയിൽ എനിക്ക് ഹർജി നൽകാമോ എന്ന കാര്യം നിയമവിദഗ്ധന്മാരുമായിട്ട് ആലോചിക്കും. അതേസമയം കേസിലെ 3 പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ സർക്കാർ നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളിയിട്ടുണ്ട്. 1999 ഓഗസ്റ്റ് 25 തിരുവോണ ദിവസം പി ജയരാജനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് കേസ്. പ്രതികളിൽ 2 പേർ നിലവിൽ ജീവിച്ചിരിപ്പില്ല. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിന്റെ മരണം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയമിച്ചു. കൽപ്പറ്റ ഡിവൈഎസ്പിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. വയനാട് SP-ക്കാണ് മേൽനോട്ട ചുമതല. ഒരു DYSP കൂടി സംഘത്തിൽ ഉണ്ടാകും. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഇതിനോടകം തന്നെ വലിയ വിമർശനം ഉയർന്നിട്ടുണ്ട്. ഈ SFI ബന്ധമുള്ള പ്രതികൾ അവർ ഒളിവിൽ പോകുന്നു, അതിലെ ഭാരവാഹികൾ അടക്കമുള്ളവർ ഈ പ്രതിപട്ടികയിൽ ആദ്യം തന്നെ ഉൾപ്പെട്ടിരുന്നു, അവരെ സംരക്ഷിക്കുകയാണ് പോലീസ് എന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നു. പ്രതിപക്ഷ നേതാക്കൾ അടക്കം അത് ഉന്നയിക്കുന്നുണ്ട്. അതിനിടെയാണ് പ്രത്യേക സംഘം അന്വേഷിക്കാൻ വരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ?
വിജയകുമാർ, ഈ പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ വലിയ വിവാദം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ കാലതാമസമടക്കം കുടുംബം ചില ആരോപണം ഉയർത്തി. മാത്രവുമല്ല, ഈ ചില പ്രതികളെ സംരക്ഷിക്കാൻ ഒരു സംഘം പേർ ഈ കൃത്യത്തിന് പുറകിലുണ്ടായിട്ടും ചിലരെ സംരക്ഷിക്കാനടക്കം ചില നീക്കങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടത്തുന്നു എന്നുള്ള ആക്ഷേപം ഇവർക്കുണ്ട്. ഇതിനിടയിലാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് സംസ്ഥാന പോലീസ് മേധാവിയോട് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ഈ സംഭവം അന്വേഷിക്കണം എന്ന് നിർദ്ദേശം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ആസ്ഥാനത്ത് നിന്ന് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുള്ളത്. കൽപ്പറ്റ ഡിവൈഎസ്പി ആണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. വയനാട് എസ്പിക്ക് അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതലയുണ്ട്. കൽപ്പറ്റ ഡിവൈഎസ്പിയെ കൂടാതെ മറ്റൊരു ഡിവൈഎസ്പി കൂടി ഈ പ്രത്യേക സംഘത്തിൽ ഉൾപ്പെടുത്തും. അത് ഈ കേസിന്റെ ഗൗരവവും പ്രത്യേക സാഹചര്യവും പരിഗണിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ കടന്നിട്ടുള്ളത്. ഏതായാലും നാളെ മുതൽ പ്രത്യേക സംഘം അന്വേഷണം ആരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. വിജയകുമാർ, വയനാട് എസ്പിയുടെ മേൽനോട്ട ചുമതല ഈ കേസ് അന്വേഷണ സംഘത്തിലുണ്ട്. ഒരു ഡിവൈഎസ്പിയെ കൂടി സംഘത്തിൽ ഉൾപ്പെടുത്തും. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് പ്രത്യേക സംഘത്തെ ഇപ്പോൾ DGP നിയോഗിച്ചിരിക്കുന്നത്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ഹിമാചലിൽ മഞ്ഞുരുകുന്നു. ഹിമാചൽ പ്രദേശിലെ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നു. സുഖീന്ദർ സിംഗ് സുഖു മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരും. കൂറുമാറിയ കോൺഗ്രസ് MLA-മാരെ സ്പീക്കർ അയോഗ്യരാക്കി. സാങ്കേതികത്വത്തിനപ്പുറം MLA-മാർക്ക് ധാർമ്മികമായ ഉത്തരവാദിത്തം ഉണ്ടെന്ന് സ്പീക്കർ കുൽദീപ് സിംഗ് പത്താനിയ 24നോട് പറഞ്ഞു. അതിനിടെ അയോഗ്യരാക്കിയ MLA-മാരെ പിന്തുണച്ച് കോൺഗ്രസ് നേതാവ് പ്രതിഭ സിംഗ് രംഗത്തെത്തി. ഹൈക്കമാൻഡ് നിയോഗിച്ച നിരീക്ഷകർ നടത്തിയ മാരത്തോൺ ചർച്ചകൾക്കൊടുവിലാണ് പരിഹാരം. വീഴ്ചകൾ അംഗീകരിച്ച മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു അത് ആവർത്തിക്കില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. 5 വർഷം സുഖു തന്നെ മുഖ്യമന്ത്രിയായി തുടരും. പാർട്ടിയും സർക്കാരും ഒന്നിച്ച് പ്രവർത്തിക്കുന്നതിനായി 6-അംഗ സമിതിയെ രൂപീകരിക്കുമെന്ന് യോഗത്തിന് ശേഷം നേതാക്കൾ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ DK ശിവകുമാർ പറഞ്ഞു. So all of them have sorted out all their differences. They'll work together. They will see that in the Lok Sabha they come out with a good numbers, and there is no, we are forming a coordination committee between the party and the government. He has taken the responsibility, I said you straight. At the same time, discipline is very much important in the party. അയോഗ്യരാക്കിയ 6 MLA-മാരുടേത് അധാർമിക നടപടിയായിരുന്നുവെന്ന് സ്പീക്കർ 24നോട്. Because this act that contains the unethical practices of the elected members. So that part is the most important part. It is not a technical part, the rule violation or this violation or that one. The law was legislated with the intention to, put a curb on the Airam Gairam Rajniti and the Beparikaran of the Rajniti. സഭയിലെ അംഗബലം 62 കുറഞ്ഞു. കേവല ഭൂരിപക്ഷം മറികടന്ന് നിലവിൽ കോൺഗ്രസിന് 34 MLA-മാരുണ്ട്. MLA-മാരുടെ അയോഗ്യത ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് പ്രതിഭ സിംഗ് പ്രതികരിച്ചു. ഷിംലയിൽ നിയമസഭാ കക്ഷിയോഗം ചേർന്ന BJP അയോഗ്യരായ MLA-മാരെ ഒപ്പം നിർത്താനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. ഹിമാചലിൽ ദിവസങ്ങളായി തുടരുന്ന രാഷ്ട്രീയ നാടകത്തിനാണ് വിരാമമായിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കാൻ സാധിച്ചത് കോൺഗ്രസ് നേതൃത്വത്തിന് ആശ്വാസമാകും. ഹിമാചലിലെ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നിന്ന് ജോഗേഷ് സിംഗിനൊപ്പം നിതിൻ അംബുജൻ, 24. പശ്ചിമ ബംഗാളിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ മുതിർന്ന നേതാവ് ഷാജഹാൻ ഷെയ്ഖിനെ തൃണമൂൽ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തു. 6 വർഷത്തേക്കാണ് നടപടി. ഒളിവിലായിരുന്ന ഷാജഹാൻ ഷെയ്ഖിനെ ഇന്ന് പുലർച്ചെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സന്ദേശ് ഖാലിയിൽ ഷാജഹാൻ ഷെയ്ഖും കൂട്ടാളികൾക്കുമെതിരെ ബലാത്സംഗ ആരോപണം ഉയർന്നതും വലിയ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 55 ദിവസമാണ് ഷാജഹാൻ ഷെയ്ഖ് ഒളിവിൽ കഴിഞ്ഞത്. മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിച്ചെങ്കിലും EDയുടെ ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് നിരീക്ഷിച്ച കോടതി ജാമ്യം നിഷേധിച്ചു. സന്ദേശ് ഖാലിയിലെ സ്ത്രീകൾ ലൈംഗിക ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയതോടെ ഷാജഹാൻ കൂടുതൽ പ്രതിരോധത്തിലായി. നോർത്ത് 24 പർഗാനയിലെ മിനാഖാനിൽ നിന്ന് പുലർച്ചെ 4 മണിക്കാണ് ഷാജഹാനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് വൈകിയതിനെ ന്യായീകരിച്ച പോലീസ് പ്രശ്നം വഷളാക്കിയത് EDയാണെന്നും ആരോപിച്ചു. അറസ്റ്റ് ഒത്തുകളിയെന്ന് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി. അറസ്റ്റിന് പിന്നാലെ ജാമ്യത്തിനായി കൽക്കട്ട ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. അടിയന്തരമായി പരിഗണിക്കേണ്ട ആവശ്യമില്ലെന്നും ഷാജഹാനെതിരെ 42ഓളം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും കോടതി അറിയിച്ചു. സന്ദേശ് ഖാലിയിലെ പീഡനാരോപണങ്ങൾ BJP രാഷ്ട്രീയായുധം ആക്കിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഷാജഹാൻ ഷെയ്ഖിനെ 6 വർഷത്തേക്ക് തൃണമൂൽ കോൺഗ്രസ് പുറത്താക്കിയത്. ഷാജഹാന്റെ വസതിക്ക് മുന്നിൽ കൂടുതൽ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. സന്ദേശ് ഖാലിയിലെ വിവിധയിടങ്ങളിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചു. 24 ഡൽഹി. കർഷക സമരത്തിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ കൊല്ലപ്പെട്ട യുവ കർഷകൻ ശുഭകരൺ സിംഗിന്റെ മൃതദേഹം ജന്മനാട്ടിലെത്തിച്ചു.
മരണത്തിൽ പഞ്ചാബ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതോടെയാണ് പോസ്റ്റ്മോർട്ടം നടത്താൻ കർഷകർ അനുവദിച്ചത്. ഡൽഹി ചലോ മാർച്ചിന്റെ അടുത്ത ഘട്ടം നേതാക്കൾ ഉടൻ പ്രഖ്യാപിക്കും. കർഷകർ പ്രതിഷേധം ഘടിപ്പിച്ച സാഹചര്യത്തിലാണ് യുവ കർഷകൻ ശുഭ്കരൺ സിംഗ് കൊല്ലപ്പെട്ട സംഭവത്തിൽ കേസെടുക്കാൻ പഞ്ചാബ് പോലീസ് തയ്യാറായത്. നിയമോപദേശത്തെ തുടർന്നാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതെന്ന് പഞ്ചാബ് പോലീസ് ഇൻസ്പെക്ടർ ജനറൽ സുഖ്ചൈൻ സിംഗിൽ പറഞ്ഞു. കേസെടുത്തതിന് പിന്നാലെ ശുഭ്കരന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിലാപയാത്രയായി ജന്മനാടായ ബട്ടിണ്ടയിൽ എത്തിച്ചു. കർഷക സമരത്തെ അടിച്ചമർത്താൻ ഹരിയാന പോലീസ് നീക്കങ്ങൾ ആരംഭിച്ചു. സമരത്തിൽ പങ്കെടുക്കുന്ന കർഷകരുടെ പാസ്പോർട്ടും വിസയും റദ്ദാക്കുമെന്ന്, പ്രതിഷേധത്തിന്റെ പേരിൽ ആക്രമണം സൃഷ്ടിച്ചെന്നും പൊതുമുതൽ നശിപ്പിച്ചെന്നുമുള്ള പേരിലാണ് കർഷകരുടെ പാസ്പോർട്ട് റദ്ദാക്കാൻ തീരുമാനിച്ചതെന്ന് അംബാല ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ജോഗീന്ദ്ര ശർമ്മ പറഞ്ഞു. ആക്രമണം നടത്തിയവരെ തിരിച്ചറിഞ്ഞതായും പോലീസ് അറിയിച്ചു. 24 ഡൽഹി. മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് കേരള ബാങ്കിൽ ലയിപ്പിച്ച നടപടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും ശരിവെച്ചു. ലയന നടപടി ശരിവെച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജി ഡിവിഷൻ ബെഞ്ച് തള്ളി. സർക്കാർ നിലപാട് ശരിയാണെന്ന് തെളിഞ്ഞതായി സഹകരണ മന്ത്രി VN വാസവൻ പ്രതികരിച്ചു. മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് ചെയർമാൻ UA ലത്തീഫ് MLA ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ്. വിശദമായ വാദം കേട്ട ഡിവിഷൻ ബെഞ്ച് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിനെ കേരള ബാങ്കിൽ ലയിപ്പിച്ച തീരുമാനം ശരിവച്ചു. ലയന പ്രമേയമോ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണമോ ഇല്ലെങ്കിലും ജില്ലാ സഹകരണ ബാങ്കുകൾ ഏറ്റെടുക്കാൻ കേരള ബാങ്കിന് അധികാരം നൽകുന്ന സഹകരണ സൊസൈറ്റി നിയമ ഭേദഗതി അംഗീകരിച്ചാണ് ഉത്തരവ്. എതിർ സത്യവാങ്മൂലം നൽകിയ റിസർവ് ബാങ്കിനും കോടതി ഉത്തരവ് തിരിച്ചടിയായി. UDFന്റെ വാദങ്ങൾ കോടതി പൂർണ്ണമായും തള്ളിയെന്നും സർക്കാർ നിലപാടിന് ലഭിച്ച അംഗീകാരമാണെന്നും വിധിയെ സ്വാഗതം ചെയ്ത മന്ത്രി VN വാസവൻ. മലപ്പുറം ജില്ലയിലെ പാവപ്പെട്ട സഹകാരികളെല്ലാം തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അവരെ കൂടി കൂട്ടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവരിൽ നിന്ന് വൻതോതിൽ പണം പിരിച്ചിട്ടാണ് ഈ പണി അവർ UDF നേതൃത്വം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ആ നീക്കത്തിനെതിരെ കൂടി കിട്ടിയിട്ടുള്ള ഒരു പ്രഹരമാണ്. യഥാർത്ഥത്തിൽ അവിടുത്തെ സഹകാരികളോട് ഈ കേസുമായി പോയവർ മാപ്പ് പറയേണ്ടതാണ് എന്നതുകൂടി സൂചിപ്പിക്കുക. കേരളത്തെ 13 ജില്ലാ സഹകരണ ബാങ്കുകൾ കേരള ബാങ്കിൽ ലയിച്ചപ്പോൾ മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് മാത്രം ലയനത്തിനെതിരെ പ്രമേയം പാസാക്കി. തുടർന്ന് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് ലയിപ്പിക്കാൻ സർക്കാർ ഓർഡിനൻസ് പുറപ്പെടുവിക്കുകയായിരുന്നു. ഓർഡിനൻസിനെതിരായ ഹർജികൾ സിംഗിൾ ബെഞ്ച് തള്ളുകയും നിയമസഭയിൽ നിയമം കൊണ്ടുവരാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. തുടർന്ന് ഓർഡിനൻസിന് പകരം ലയനം സംബന്ധിച്ച നിയമം പാസാക്കി. ഇത് ചോദ്യം ചെയ്തുള്ള ഹർജികളാണ് ഡിവിഷൻ ബെഞ്ചും തള്ളിയത്. ന്യൂസ് ഡെസ്ക് 24. മുഖ്യമന്ത്രിക്കും മകൾ വീണയ്ക്കും CMRLനുമെതിരെ അന്വേഷണം വേണമെന്ന മാത്യു കുഴൽ നടൻ MLAയുടെ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി ഫയലിൽ സ്വീകരിച്ചു. അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽ നടൻ നേരത്തെ വിജിലൻസിന് പരാതി നൽകിയിരുന്നു. ഇതിൽ അന്വേഷണം നടക്കാത്തതിനെ തുടർന്നാണ് കോടതിയെ സമീപിച്ചത്. ഹർജി പരിഗണിച്ച കോടതി വിജിലൻസിനോട് റിപ്പോർട്ട് തേടി മാർച്ച് 14 ഹർജി വീണ്ടും പരിഗണിക്കും. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.